ഹലോ ഫ്രണ്ട്സ്, സോനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വളരെ രുചികരമായ ഒരു ചിക്കൻ കടായിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കടായിലേക്ക് മസാല തയ്യാറാക്കാം. 5 വറ്റൽമുളക്, 2 പട്ട, 4 ഏലക്കായ്, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പൊടിക്കാത്ത മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇവ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഈ രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അതേ കടായിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1 സവോള, 1 ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്കായ്, 2 പട്ട ചേർത്ത് കൊടുക്കാം. 2 സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. സവോള നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ
ക്രഷ് ചെയ്ത് വെച്ച മസാല ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവോളയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മുടെ രുചികരമായ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം.